ഒഡീസിയ യുവതാരം പവേഡ് ബൈ മിന TMT ഫൈൻഡ് ഡിയിലെ മൂന്നാം ഘട്ടത്തിൽ ഐക്യത്തിൻ്റെ പുതിയൊരു മുഖം ആയി മാറുകയാണ് യുവതാരം. കൊല്ലം ജില്ലയിലെ മാർനാട് എന്ന പ്രദേശത്ത് കാലങ്ങളായി അടഞ്ഞു കിടന്നിരുന്ന ഒരു അംഗൻവാടിക്ക് പുതുജീവൻ നൽകിയാണ് നമ്മുടെ യുവതാരങ്ങൾ. മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഒഡീസിയ യുവതാരം കൊല്ലം ജില്ലയിലെ മാർനാട് എന്ന ഗ്രാമത്തിലാണ്. അരനൂറ്റാണ്ട് മുമ്പ് നിർമ്മിച്ച ഗ്രാമസേവിനി വനിതാ സമാജം കെട്ടിടത്തിന്റെ പുനർനിർമ്മിതിക്കായി യുവതാരം മത്സരാർത്ഥികൾ ഈ ഗ്രാമഹൃദയത്തിലേക്ക്. കാലപ്പഴക്കവും കരുതലില്ലായ്മയും കൊണ്ട് ശോച്യാവസ്ഥയിലായ ഈ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന അംഗൻവാടിയിൽ പഠിക്കുന്നത് 18 പിഞ്ചുകുരുന്നുകൾ. സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനത്തിന്റെ പുനർനിർമ്മാണം വൈകിയതോടെ അംഗൻവാടിയുടെ പ്രവർത്തനം വാടക കെട്ടിടത്തിലേക്ക് മാറ്റിയിരുന്നു. വിദ്യാഭ്യാസപരമായും സാമൂഹ്യമായും പിന്നോക്കാവസ്ഥ നേരിടുന്ന ഈ പ്രദേശത്തിന്റെ ജനകീയാവശ്യത്തിന് പിന്നിലാണ് യുവതാരങ്ങൾ ഇനി കൈകോർക്കുന്നത്. ജനകീയാഭിമുഖ്യമുള്ള ഈ ടെലിവിഷൻ ഷോയുടെ ഉദ്യമത്തിന് സമൂഹം നൽകിയ പിന്തുണയെ നന്ദിയോടെ ഓർത്തുകൊണ്ട് യുവതാരങ്ങൾ കർമ്മവീഥിയിലേക്ക്. മാധ്യമപ്രവർത്തനം കൃത്യതയിലും പൂർണ്ണതയിലും എത്തുന്നത് സാമൂഹ്യ നന്മതിന്മകളെ എടുത്തു കാണിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിലെ ബുദ്ധിമുട്ടനുഭവിക്കുന്നവരെ, അശരണരെ സഹായിക്കുന്നതും കൂടി ചെയ്യുമ്പോഴാണ്. ജയ്ഹിന്ദ് TVയുടെ യുവതാരം എന്ന പ്രോഗ്രാം സമൂഹത്തിലെ വളരെ ബുദ്ധിമുട്ടനുഭവിക്കുന്നവരെ സഹായിക്കുവാനുള്ള ഒരു മാർഗദീപമായി മാറിയിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിനും മാധ്യമലോകത്തിനും ഒരു പുതിയ ഉണർവ് നൽകും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. മാറനാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ വളരെ മോശമായ അവസ്ഥയിലുള്ള ഒരു അംഗൻവാടിയുടെ പൂർണ്ണമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിന് കൊടുക്കാൻ പറ്റുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും യുവതാരം എന്ന് പറയുന്ന ജയ്ഹിന്ദിയുടെ പ്രോഗ്രാം നൽകുന്നു. അവരുടെ ഈ പ്രവർത്തനത്തിനകത്തിൽ എനിക്ക് പങ്കുചേരാൻ കഴിഞ്ഞതിനകത്തിൽ ഞാൻ എല്ലാ അർത്ഥത്തിലും സന്തോഷവാനും യുവതാരത്തിൻ്റെ എല്ലാവിധ പ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും ആശംസയും ഞാൻ നൽകുന്നു. രണ്ട് ഘട്ടങ്ങളിലായി കേരളത്തിന്റെ സമൂഹ മനസാക്ഷി ആഗ്രഹിച്ച സാമൂഹ്യ ഇടപെടലുകളുടെ തുടർച്ചയ്ക്ക് ഒരു കൂട്ടായ്മയുടെ നന്ദി. നമ്മൾ ഈ ഗ്രാമത്തിൽ വന്നിരിക്കുന്നത് ഇവിടുത്തെ അംഗനവാടിയൊക്കെ ഒന്ന് വൃത്തിയാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അത്യാവശ്യം നല്ല പണിയുള്ള ഒരു കാര്യമായിട്ട് തോന്നി.
ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കാട് കയറി ഒരു ഗ്രാമത്തിൻ്റെ യഥാർത്ഥ ഉറവിടമായി മാറിയിരുന്ന ഒരു അംഗൻവാടി ഇങ്ങനെ ഒരു വളരെ മോശപ്പെട്ട നിലയിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ ഞങ്ങൾ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. ഞങ്ങളിവിടെ എത്തുമ്പോൾ ഇവിടെ എല്ലാം ഫ്രണ്ട് വശത്തെല്ലാം വളരെയധികം പുല്ല് പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഓടെല്ലാം പകുതി പൊട്ടിയിട്ടുണ്ട്. അടിയിലെല്ലാം വളരെ മാറാലുണ്ട്. ഉള്ളിലേക്കാണെങ്കിൽ പിന്നെ പറയണ്ട, അവിടെ ഭയങ്കര പൊടിയാണ്. അതുപോലെ തന്നെ ഉള്ള ഡെസ്കും ബെഞ്ചുകളെല്ലാം പൊട്ടി നാശമായി. എലിയും ബാക്കിയുള്ള എല്ലാ വിധത്തിലുള്ള മൃഗങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്യുക എന്നുള്ളത് വലിയൊരു യജ്ഞമായിട്ട് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ടാസ്ക് ചെയ്ത സ്ഥലത്താണ്. ഇവിടെ അതിദാരുണവും അതിക്രൂരവും അതിഭീകരമായ സംഭവം നടക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ശ്യാമയുടെ കാലിൽ ഒരു ഓട് വീണ് വളരെ ഭീകര അന്തരീക്ഷമാണ്. അപ്പോൾ ആ എക്സ്പീരിയൻസ് വി വിൽ ഷെയർ വിത്ത് യു. ഐ എം വണ്ടർഫുൾ ബോയ് ടുഡേ. ചോദിക്കാം നമുക്ക്. ഒരു എക്സ്പീരിയൻസ് ഇല്ല, നല്ല കാല് മുട്ടുപോയാൽ എന്തോന്നൊരു എക്സ്പീരിയൻസ്. അവള് തന്നെ ഇങ്ങനെ ശ്യാമ തന്നെ ഇങ്ങനെയാണ് നടക്കുന്നത്. ആ ഒരൊറ്റ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. കട്ട് കട്ട് കട്ട്. ഇവിടെ കുറച്ചുകൂടെ ഭാവത്തോടെ ക്യാമറാമാൻ സിറിയക്കിനൊപ്പം റിപ്പോർട്ടർ ഷാൻഡു, ജയ്ഹിന്ദ് TV. നന്ദി. മടിയന്മാർ മല ചുമക്കും എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ടാസ്കിലൂടെ നമ്മുടെ മത്സരാർത്ഥികളെല്ലാവരും മടിയന്മാർ മല ചുമക്കും എന്ന ആ ഒരു ആപ്തവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ടാസ്ക്കാണ് ഇവിടെ ചെയ്യുന്നത്. കണ്ടോളൂ എല്ലാവരും ഓരോരുത്തരും. ഷാൻഡു ഇതുവരെ ചൂലെടുത്തിട്ടില്ല, ഓടെടുത്തിട്ടില്ല, പണി ചെയ്തിട്ടില്ല, അത് കണ്ടില്ലേ? പക്ഷേ പണി ചെയ്തില്ല, മൊത്തം കള്ളപ്പണിയാണ്. ദേഹത്ത് ഒരു ഇച്ചിരി പൊടി പോലും പറ്റിയിട്ടില്ല. ആര് പറഞ്ഞു? ഈ അനുരാജേട്ടൻ ഇപ്പോഴാണ് ഇവിടെ വന്നത്. പുള്ളിയുടെ കല്യാണം കഴിഞ്ഞിട്ട് നോർത്ത് ദി പോയിന്റ് കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ട് ഭാര്യന്റെ അടുത്ത് നിന്ന് ഇതുവരെ മാറിയിട്ടില്ല. സിറിയക്കിന് വളരെ അപൂർവമായ ഒരു രോഗമുണ്ട്, വിയർപ്പിന്റെ അസുഖം. അദ്ദേഹം എന്തെങ്കിലും ജോലി അന്നേരം വിയർക്കുന്ന ഒരു, അതുകൊണ്ട് ഞങ്ങൾ പണി ചെയ്യിപ്പിക്കാറില്ല. അദ്ദേഹത്തിന്റെ ശരീരം കണ്ടാൽ അറിയാം അദ്ദേഹം ഒരു പണിയും ചെയ്തിട്ടില്ല. ഇല്ലില്ല.
നമ്മുടെ യുവതാരം എന്ന ഈ ഷോയിൽ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് എല്ലാവരും ഒരുപാട് ടാസ്കുകൾ ചെയ്തു. എല്ലാവർക്കും നല്ല മാർക്സൊക്കെ കിട്ടി. നമ്മുടെ യുവതാരത്തിലെ മത്സരാർത്ഥികൾ എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്ന ആദ്യത്തെ ടാസ്ക്കാണിത്. എനിക്ക് തോന്നുന്നു വളരെ നല്ല രീതിയിൽ തന്നെ ഈ ടാസ്ക് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു അംഗൻവാടി ഞങ്ങൾ റിനോവേറ്റ് ചെയ്യുകയാണ്. എല്ലാ മത്സരാർത്ഥികളും ഒരുപോലെ കഷ്ടപ്പെടുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞങ്ങൾ വളരെ രസകരമായിട്ടുള്ള അനുഭവങ്ങളും ഞങ്ങൾക്ക് ഈ ഒരു ടാസ്ക് ചെയ്യുന്നതിലൂടെ കിട്ടി. എല്ലാവരും വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് ഈ പ്രവർത്തനം ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒരു മത്സരം എന്നുള്ളൊരു ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം നമുക്ക് വന്നാൽ നമ്മൾ എങ്ങനെയായിരിക്കും അതിൽ ഇടപെടുന്നത്, അതേ രീതിയിൽ തന്നെയാണ് ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. Chwata, this is cheating, huh? ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാസറിയ കേട്ടാ. നമസ്കാരം. ഒഡീസിയ യുവതാരം പവേർഡ് ബൈ മിനാർ TMT 500യുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞാൻ ഈ ഷോയുടെ ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. ഇന്ന് ചില പ്രത്യേക സാഹചര്യത്തിൽ ഞാനിതിൻ്റെ അവതാരകയായി മാറുകയാണ്. ഷിഹാബേ, എങ്ങനെയുണ്ട് ഇപ്പോൾ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ബാല്യകാലത്ത് നഷ്ടപ്പെട്ടതായിരുന്നു ഈ അംഗനവാടി ജീവിതമൊക്കെ. അപ്പോൾ ഇനിയുള്ള കുട്ടികൾക്ക് ഒരിക്കലും എൻ്റെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ മാക്സിമം ചെയ്യും. ഇത് ഭയങ്കര ഒരു വലിയ എക്സ്പീരിയൻസ് ആണ്. ഭയങ്കരമായിട്ട് ഷിഹാബ് സന്തോഷിക്കുന്നത് ഞാൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ കോളേജ് ഇവിടെ ഈ അംഗനവാടിയിൽ കുട്ടികൾ ഓടി കളിച്ച് ചിരിക്കുമ്പോൾ അതിൽ നമുക്കൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ നമുക്ക് ഒരുപാട് സന്തോഷിക്കാം ഈ യുവതാരത്തിലൂടെ. എല്ലാവരും ആക്റ്റീവ് അല്ലേ? എല്ലാവരും സന്തോഷമാണ്. നമ്മുടെ ഓണം ഇതല്ലേ? ഇതാണ് യഥാർത്ഥ ഓണം. എന്താണ് അശ്വതി ചേച്ചിക്ക് വിഘ്നു ചേട്ടനും ഒക്കെ ഇതിനെ പറ്റി പറയാനുള്ളത്? ഇതല്ലാതെ പിന്നെ ഏതാണ് ഓണം? അതെ, ഇതല്ലാതെ പിന്നെ ഏതാണ് ഓണം എന്നാണ് ഷിഹാബ് ചോദിക്കുന്നത്. ഇത്രയും ദൂരം സഞ്ചരിച്ച് പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ് നിങ്ങളെല്ലാവരും അല്ലേ? അപ്പോൾ ഇവിടെ വന്ന് ഒത്തിരി എഫേർട്ട് എടുത്തിട്ടാണ് നമ്മളിത് പുനർനിർമ്മിക്കാൻ പോകുന്നത്.
അതെ, അപ്പോൾ ഈ എഫേർട്ടിനെ പറ്റി ടയറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഇത് പൂർത്തിയാകുമെന്നൊരു വിശ്വാസമൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും ഇതൊരു എഫേർട്ട് മാത്രമല്ല, ഇതൊരു മോഡൽ കൂടിയാണ്. കാരണം ഇന്നത്തെ യുവജനങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പിംഗ്, ഒരു പക്ഷേ ഈ നാട്ടിൽ അല്ലെങ്കിൽ ഇതുപോലെ കേരളത്തിൽ നടക്കുന്ന ഒരുപാട് സർക്കാർ ഇതര സ്ഥാപനങ്ങൾ ഇതുപോലെ പൂട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു യുവജന കൂട്ടായ്മയ്ക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമേ ഇതുള്ളൂ. ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, അല്ലാണ്ട് ലോകത്ത് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമൊന്നുമല്ല. സോ ഇതിന് വേണ്ട ഒരു മനസ്സാണ്, ഒരു ഏകീകരമായ മനസ്സാണ്. ആ മനസ്സുണ്ടായാൽ ഈ മാറ്റം കേരളത്തിൽ ഉടനീളം ഉണ്ടാവും. എനിക്ക് ഇവിടെ വന്നിട്ട് സത്യം പറഞ്ഞ എല്ലാം പുതിയ എക്സ്പീരിയൻസ് ആണ്. ഞാനത് വളരെ നല്ല രീതിയിൽ ചെയ്തു പോകുന്നു. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസമാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇത് ജയ്ഹിന്ദിൻ്റെ ഒരു അസറ്റ് ആയിരിക്കും ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. സുരാജേട്ടൻ വളരെ ക്ഷീണിച്ച് അവശനായി ആണോ? അവശതയാണോ? സത്യം അവശതയായി നിൽക്കുകയാണ്. സ്റ്റേജ് പ്രോഗ്രാംസിൻ്റെയൊക്കെ ഇടയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഷോ ചെയ്യുവാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ഇവിടെ എത്തിയപ്പോൾ ഇത് സ്റ്റേജ് അല്ല, ഇതൊരു സ്റ്റേജ് ആയിട്ട് കണക്കാക്കുന്നുണ്ടോ സുരാജേട്ടൻ? എങ്ങനെയാണ് ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റുന്നത്? നല്ല രീതിയിൽ പണി ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. നല്ല നമ്മുടെ സമൂഹത്തുള്ള കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ നല്ല കാര്യം ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. പിന്നെ 6 മണിയായി, പണി കഴിയാൻ സമയമായപ്പോഴേ ഇതുവരെ പണി കഴിഞ്ഞിട്ടില്ല. ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നൈറ്റ് പണിയുണ്ടെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ നല്ല രീതിയിൽ ഇവിടെ ഉഷാറായിട്ട് എല്ലാവരും ഒരു ഐക്യത്തോടു കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ വളരെ കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണ് ഷാൻരൂപേട്ടൻ. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഞാനൊക്കെ പഠിച്ചു വന്നത് അംഗനവാടിയിലാണ്. ഇങ്ങനെ ഒരു അംഗനവാടി ചെറിയ കുഞ്ഞുങ്ങളെ ഒരാവശ്യത്തിന് മുൻകൈ എടുത്ത് ചെയ്യാൻ, കുട്ടികളുടെ ഒരു ലോകമെന്ന് പറയുന്നത് തന്നെ നിറങ്ങളുടെ ലോകമാണ് അല്ലേ? അപ്പം നമ്മളിത് നിറങ്ങളുള്ളതാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കൊടുക്കും അതിനുള്ള പരിപാടിയിലാണ്. അനുരാജ് ഏട്ടൻ്റെ ഒരു വലിയ ഹാർഡ് വർക്ക് തന്നെയുണ്ട് ഈ അംഗനവാടിയുടെ പിന്നിൽ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ എല്ലാവരുടെയും ഒരു എൽഡർ ബ്രദർ എന്ന രീതിയിൽ ഇതിൻ്റെ ഒരു ലീഡർഷിപ്പ് ചെറിയ തോതിൽ ഏറ്റെടുത്തുകൊണ്ട് പോകുന്ന അനുരാജ് ഏട്ടന് ഈ ഒരു പ്രോജക്റ്റിനെ പറ്റി എന്താണ് പറയാൻ? അത് ലീഡർഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഇത് കൂട്ടായ ഒരു യജ്ഞമാണ്. ഇത് നമ്മൾ കുറച്ച് നാളുകൊണ്ട് ചെയ്യുന്നെങ്കിൽ പോലും ഈ ഒരു ദുരവസ്ഥയിൽ നിന്ന് ഇതിനെ കരകയറ്റി ഒരു പുതുമയുള്ള കുട്ടികൾക്കുള്ള ഒരു ഓണ സമ്മാനമായിട്ട് നമ്മളിത് കൊടുക്കുമ്പോൾ ഇത് നമ്മൾ എല്ലാവരും ഈക്വലായുള്ള എഫേർട്ടാണ്. ഇനി നമുക്ക് കുറച്ച് പേര് അവിടെ നിന്ന് കുറേ നേരമായിട്ട് കഴുകുന്നുണ്ട്. വിഘ്നു ചേട്ടനും അശ്വതി ചേച്ചിയും ഷൈനയും അൻസിയയും ഒക്കെ. അവരുടെ അടുത്തൊക്കെ ചോദിക്കാം, എങ്ങനെയുണ്ട് ഈ എക്സ്പീരിയൻസ്? ഒരു സ്കൂള് വിഘ്നു ചേട്ടൻ ടാസ്ക് വഴി പുനർനിർമ്മിച്ചു. ആ ഒരു വിഘ്നു ചേട്ടന് അതേ രൂപത്തിലുള്ളൊരു ടാസ്ക്കാണ് ഒരു അംഗനവാടി. സന്തോഷമുണ്ടോ അത് വീണ്ടും ചെയ്യാൻ സാധിക്കുന്നതിൽ? പിന്നെ നല്ല സന്തോഷമുണ്ട്. പിന്നെ ഏറ്റവും നന്ദി പറയേണ്ടത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്കാണ്. വെള്ളമായാലും കാപ്പിയായാലും എല്ലാം തന്നത് ചേച്ചിയാണ്. കഴുകാനുള്ള വെള്ളം ബക്കറ്റ് സർവ്വ സൗകര്യങ്ങളും ചെയ്തെന്ന ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയോട് നന്ദിയുണ്ട്, അത് പറയാൻ മറക്കരുത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അനുരാജ് ചേട്ടൻ്റെ വൈഫിൻ്റെ കാര്യം ചേച്ചി ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ചേച്ചിക്കും ഉണ്ട് നന്ദി. എല്ലാ കണ്ടസ്റ്റൻസും വളരെ ആത്മാർത്ഥതയോടുകൂടി രാവിലെ മുതൽ ഇത്രയും സമയമായിട്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ജോലി ചെയ്തിട്ടും ആരും ടയേർഡ് ആയെന്നൊരു വാക്കും അതെ, ഇനി കള്ള കൃഷ്ണ ഷൈന, ഇവിടെയും കള്ളപ്പണിയാണോ? കള്ളപ്പണിയാണോ? അല്ല, ഇത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന പണിയാണ്. നല്ല സന്തോഷം തോന്നുന്നുണ്ട്. എങ്ങനെ പോകുന്നു ഓട് കഴുകൽ? വളരെ മനോഹരമായിട്ട് പോകുന്നു. എന്ത് പറയാനോ, ചെയ്യുന്നവ കാണുന്നില്ലയോ? ഈ പെൺപിള്ളേർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മാത്രമായിട്ട് കാണപ്പെടുന്ന ഒരാളാണ്. പെൺപിള്ളേരെ ഇത് നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കാക്കാൻ പാടില്ല. ഇന്ന് ഭാരതം നേടുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. അപ്പോൾ അവർക്കൊരു ശക്തി പൂർണ്ണമായിട്ടുള്ള ഒരു ഊന്നൽ കൊടുക്കാൻ വേണ്ടി. നിങ്ങൾ കേട്ടില്ലേ? കാനനച്ചാലിൽ ആട് മേക്കാൻ നെസ്റ്റി, ഞാൻ നിന്നെ കൊണ്ടുപോവാ. ഫാത്തിമ ആരാണ് ഫാത്തിമ? Jai Hind TV, for the family, for the nation.
ഇന്ന് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് ഞങ്ങൾ മത്സരാർത്ഥികൾ മാത്രമല്ല, ഞങ്ങളെ സഹായിക്കാനായിട്ട് ഈ കെട്ടിടം പുതുക്കി പണിയൊക്കെ അറിയാവുന്ന 3-4 ചേട്ടന്മാരോട് നമുക്ക് ഇവിടെ സഹായത്തിന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യാം, നമ്മുടെ കെട്ടിടത്തിൽ ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ചേട്ടന്മാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടൻ്റെ പേരെന്താണ്? സ്റ്റീഫൻ യേശുദാസ്. ഓക്കെ ചേട്ടാ, അപ്പോൾ ഇനി നമുക്ക് ഇവിടെ എന്തൊക്കെ പണികളൊക്കെ ചെയ്യണം? പണി ചെയ്യുന്ന മേൽക്കൂര മൊത്തം പൊളിച്ചിറക്കി ഒന്നേന്ന് തടിയൊക്കെ മാറ്റി വീണ്ടും ഒന്നേന്ന് പണിയെടുക്കണം. അപ്പോൾ അത് തടിയൊക്കെ ചെയ്തിട്ടല്ലേ പിന്നെ ഓടൊക്കെ ഇനി ഒന്നത് പാകാൻ പറ്റുള്ളൂ അല്ലേ? ഈ തൂണും പിന്നെ ഈ തറയും ചുമരും ഒക്കെ അത് ഇന്ന് തന്നെ ഏതാണ്ട് പണി ചെയ്യാൻ പറ്റുമോ? ചെയ്യത്തില്ല. ഓടിന്റെ പണി തീർന്നിട്ട് നമുക്ക് ബാക്കി പണി ചെയ്യാൻ പറ്റും. പൂശുന്നതും ബാക്കി ഇതല്ലേ അല്ലേ? ഹരികുമാർ. അപ്പോൾ ചേട്ടാ, എത്രത്തോളം അപകടകരമായിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഈ കെട്ടിടം? ഇപ്പം ദോഷമായിട്ട് നിൽക്കുവാണ്. അത് നമുക്ക് ഒരുപാട് ഇച്ചിരി പാൽക്കുറ്റങ്ങൾ പണികൾ ചെയ്താൽ ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട രീതിയിൽ പണികൾ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു കെട്ടിടമായിട്ട് തിരിച്ചു കിട്ടും, നേരെ വരും. അപ്പോൾ അതിനുള്ള പ്രയത്നം നമുക്കിനി നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ശരിയാണ്. അതുകൊണ്ട് പ്രവർത്തിക്കുവാണ്, നല്ല രീതിയിൽ നമ്മൾ ചെയ്യുവാണ്. അങ്ങനെ ദോഷമൊന്നും വരില്ല. പായലേ വീട, ഊപ്പലേ വീട, എന്നേക്കും വീടാ കൊണ്ടുപോകും. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, അകത്ത് നിന്ന് ജോലി ചെയ്യുന്ന കണ്ടല്ലോ? അകത്തും ജോലിയും പുറത്തും ജോലിയും എല്ലായിടത്തും ഓൾ ഇൻ ഓൾ ആയിട്ടുണ്ടാവും. അതോ ഈ പെൺപിള്ളേർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മാത്രമായിട്ട് കാണപ്പെടുന്ന ഒരാളാണോ? പെൺപിള്ളേരെ ഇത് നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കാക്കാൻ പാടില്ല. ഇന്ന് ഭാരതം നേടുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. അപ്പോൾ അവർക്ക് ഒരു ശക്തി പൂർണ്ണമായിട്ടുള്ള ഒരു ഊന്നൽ കൊടുക്കാൻ വേണ്ടി. നിങ്ങൾ കേട്ടില്ലേ? അല്ലെന്ന് അവരൊരിക്കലും പറയില്ല, അല്ലെന്നൊരിക്കലും അവർ പറയില്ല. അപ്പോൾ അതൊരു നല്ലൊരു ഭാരതം എന്താ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ വന്നാന്നാ പറഞ്ഞത്. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത. എനിക്ക് തോന്നുന്നു നമ്മുടെ സിറിയക്കാരോ പറയുന്നത് കേട്ടു, അവിടെ എന്തോ പണിക്ക് വിളിച്ചിട്ട് ചെല്ലുന്നില്ല, ഈ ഭാഗത്തേക്കാണ് കൂടുതൽ ചായ്വെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഒരേപോലെ ഓരോ സ്ഥലത്തും പല പല വർക്കിലാണ്. അപ്പോൾ ഞാൻ ഓടി നടന്ന് എല്ലായിടത്തും പോയി ചെയ്യുന്നു. കുഴപ്പമില്ല അല്ലേ, സഹായിക്കാൻ വന്നെന്നുള്ളൂ അല്ലേ ലക്ഷ്മി? സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലേ പോരു നീ, രാഗാർദ്രമായി നീ മോഹങ്ങൾ തന്നു പോയി, പ്രേമത്തിൻ കഥകളുമായി പറന്നു വന്നു തെന്നലെ. പദവ പദവ പദ പദ സരി സഗപ, പദവ പദവ പദ പദ സരി സഗപ, പദ സദ സരി മരി 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 സഗപ.
കവിയത്രി എന്നാണ് എന്താ അർത്ഥം എന്നറിയോ? എന്താ മലക്കിളിയിണയുടെ തളിരണിക്കൂട്ടിൽ നിന്നൊരിക്കലും പിരിയില്ല ഞങ്ങൾ, ഇനിയൊരിക്കലും പിരിയില്ല ഞങ്ങൾ. Jai Hind TV, for the family, for the nation. ഒരു ദിവസത്തെ ഭാഗീരഥ പ്രയത്നം കഴിഞ്ഞിട്ടാണ് നമ്മൾ അല്പം ഇടവേള സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ നാട്ടിലെ പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മുടെ കൂട്ടുകാരെല്ലാം അവിടെ ഉണ്ട്. വളരെ ക്ഷീണിതരാണ്, ഉത്സാഹവതികളും ഉത്സാഹവാന്മാരുമാണ്. അവർക്ക് അല്പം കളിതമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥലം ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ഓരോരുത്തർക്കായിട്ട് അവരുടെ അനുഭവങ്ങളും എന്താ പറയുക വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. ആദ്യമായിട്ട് നമ്മുടെ സുരാജ്. എൻ്റെ വളരെ സന്തോഷമുണ്ട് കേട്ടോ, സത്യം പറഞ്ഞാൽ. അല്ല, നല്ല സന്തോഷമുണ്ട്. നല്ലൊരു ജോലി തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും. ഈ ശരീരമൊക്കെ ഒന്ന് വേർക്കട്ടറാ. അത് സത്യസന്ധമായ കാര്യമാണ്. കാരണം നമുക്ക് നല്ലൊരു കാര്യം ചെയ്യാൻ പറ്റി നമ്മുടെ സമൂഹത്തിന് വേണ്ടി, വരും തലമുറകൾക്ക് വേണ്ടി. അംഗനവാടി ഒരു പന്നിലേക്ക് കിടന്ന അംഗനവാടി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി എല്ലാവർക്കും. അതിൻ്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ നിന്നിരിക്കുക എല്ലാവരും. എന്തോ നമ്മൾ ചെയ്യുന്നത് ഇവിടെ. ഏതെങ്കിലും ഒരു ശബ്ദാനുകരണം നടത്തിയ ശബ്ദാനുകരണം നമുക്ക് പൃഥ്വിരാജിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞേക്കാം. എടീ ചങ്ങനാശ്ശേരിക്കാർ മത്തായച്ചൻ്റെ മോള് ചന്ദ്രയെ, നീ എന്നാടി വിചാരിച്ചത്? ഇത്രയും ആൾക്കാരുടെ മുമ്പ് വെച്ച് നീ പറയണം നീ എന്നെ പ്രേമിച്ചിട്ടില്ലെന്ന്. കാനനച്ചാലയിൽ ആട് മേക്കാൻ നെസ്റ്റി ഞാൻ നിന്നെ കൊണ്ടുപോവാ. ഈ കൂട്ടത്തിൽ ഇത്രയും പെമ്പിളാരുണ്ടല്ലോ, നല്ല വൃത്തികെട്ട നീ മാത്രമേ. കടലിനക്കരെ പോണോരെ കാണാ പൊന്നിന് പോണോരെ, കടലിനക്കരെ പോണോരെ കാണാ പൊന്നിന് പോണോരെ, പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും കൈ നിറയെ, പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും. 17-ാം രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്യക്കല്ല് കൊല്ലാമോ. ഓ ഓ അടിപൊളി അടിപൊളി അടിപൊളി. ഞാൻ വിനോദിന് കൈമാറുകയാണ് മൈക്ക്. പ്രശസ്ത പിന്നണി ഗായകനും കവിയത്രിയും നല്ല ചളു. എടാ കവിയത്രി എന്നാണ് എന്താ അർത്ഥം എന്നറിയോ? എന്താ കവിയത്രി എത്ര പേരുണ്ടെന്ന് മനസ്സിലായല്ലോ സുരാജിന്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെല്ലാവരും ആദ്യം തൊട്ട് ആഗ്രഹിച്ചിരുന്നതാണ് ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്നൊരു പരിപാടി. എല്ലാവർക്കും എവിടെയെങ്കിലും ഔട്ടിങ്ങിന് ഇതുപോലെ പോയിട്ട് ഒരു എപ്പിസോഡ് ചെയ്യണമെന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ അവസരം തന്നതിന് വളരെ നന്ദിയുണ്ട്. പിന്നെ എന്താ പറയുക, എല്ലാവരും ഇച്ചിരി തളർന്നൊക്കെ ഇരിക്കുകയായിരുന്നു, ആകെ എന്താ എവിടെ പോകേണ്ടതെന്നൊന്നും അറിയാതെ. അപ്പോഴാണ് ഇങ്ങനെ ഒരു സ്പോട്ടിൻ്റെ കാര്യം എൻ്റെ ഏട്ടൻ പറയുന്നതും ഞങ്ങൾ വരുന്നതും. വെള്ളത്തിൽ ഇറങ്ങാൻ ഇതുവരെ പെർമിഷൻ കിട്ടിയിട്ടില്ല. പെർമിഷൻ എന്നുള്ളതിലുപരി അഴുക്ക് ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇറങ്ങാത്തത്. ഷിഹാബ് പറയുന്നത് വെള്ളം അഴുക്കാക്കണ്ടെന്ന് വിചാരിച്ചാണ് ഷിഹാബ് ഇറങ്ങാത്തതാണ്. ഇതിൽ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഷിഹാബ് ആയതുകൊണ്ട് ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല. പിന്നെ ഞാൻ മൈക്ക് എത്രയും പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇടിയ കണ്ട അക്രമോത്സുകത ഉള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഷാൻ അങ്ങ് കൊടുക്കുകയാണ്. അല്ല തിന്നാനുള്ളതല്ല. സാധാരണ നിലവാരമില്ലാത്ത തമാശകൾ പ്രോത്സാഹിപ്പിക്കാറില്ല. അപ്പോൾ ഞങ്ങൾ ജോലിക്കിടയിൽ ഒരു തിരക്കേറിയ ജോലിക്കിടയിലുള്ള ഒരു ഇടവേളയാണ് ഇപ്പോൾ ഇവിടെ വീണ് കിട്ടിയത്. ഞങ്ങൾ ജോലി തന്നെ മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് ചിരിച്ചോട്. താങ്ക് യു. വിവരമില്ലാത്ത കുട്ടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷത്തിലാണ്. ഒരു പ്രത്യേക മൂഡാണ് എല്ലാവരും കൂടി ഒത്തുചേരുന്ന സമയത്ത്. മനസ്സിനു മറയില്ല, സ്നേഹത്തിനതിരില്ല,
ഇനി നമ്മൾ പിരിയില്ല, we are friends. പുസ്തകത്താളുകളിൽ അക്ഷരത്താളുകളെ ഒന്നായി തുറന്നിടും, we are friends. ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാം, സ്വർഗങ്ങളെ സ്വന്തമാക്കാം. ഓ മൈ ഫ്രണ്ട്, നിൻ കണ്ണുകളിൽ ഞാൻ കാണും എൻ്റെ മുഖം. ഓ മൈ ഫ്രണ്ട്, നിൻ വാക്കുകളിൽ ഞാൻ കേൾക്കും എൻ്റെ സ്വരം. താങ്ക് യു. ഓരോരുത്തർ ഓരോ ടാസ്ക്കായിട്ട് ചെയ്യുന്നേക്കാൾ വളരെ നന്നായിട്ട് ഒരുമിച്ച് ഈ യുവതാരങ്ങളെല്ലാവരും 16 പേര് ഒരുമിച്ച് ഒരു കാര്യം ചെയ്യുന്നതിലുള്ളൊരു മനസ്സിലൊരു ചാരിതാർത്ഥ്യമുണ്ട്. ഇത് തന്നെയും പറയാനുള്ളൂ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സുരാട്ടാ എന്നാ 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 വളിപ്പാടാവേ, അയ്യോ എന്നെ വളിപ്പാ. എവിടെ ഗ്യാപ്പ് കിട്ടിയാലും കാശ് ചോദിച്ചോളാം. ഇവരെ പോലെ ചളി പറയാൻ എനിക്ക് അറിയത്തില്ല. എനിക്ക് പറയാം, പ്രേക്ഷകർക്കായിട്ട് ചളി എന്ന് ഉദ്ദേശിച്ച തമാശയാണ്. അതന്നെ ചളി എന്ന് ഉദ്ദേശിച്ചത് കണ്ണൂർ ഭാഷയിൽ ആണ്, തമാശയാണ് ഉദ്ദേശിച്ചത്. പിന്നെ അനുരാജ് ചേട്ടന്റെ ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു. അനുരാജന്റെ അല്ല, വേറെ ആരുടെയാണ്. ഞാൻ ഉദ്ദേശിച്ചത് അനുരാജ് ചേട്ടന്റെ നാട് എന്നാണ്. നിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റിൽ, ഇലഞ്ഞാറിൽ ഇലയാടും കുളിരുലാവും നാട്, നിറപൊലിയേകാമിന്നറിയ നേരിനായി പുതുവിള നേരുന്നോരിനിയ നാടിതാ പാടാ കുട്ടനാടിൻ ഈണം, കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം. അനുരാജ് ചേട്ടാ, അനുരാജ് ചേട്ടനെ കുറിച്ചൊരു കാര്യം പറയട്ടെ. അനുരാജ് ചേട്ടനെ പോലെ നല്ല സുന്ദരമാണ് ഈ നാട് കേട്ടോ. സുരാജ് ചേട്ടൻ വളരെ നല്ലതാണ്, നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്, നല്ലൊരു സിംഗറാണ്. യു ആർ ഗ്രേറ്റ്. ഒരു സസ്റ്റൈനബിലിറ്റി ഉള്ള ടാസ്ക് ആണ് നമ്മൾ ചെയ്തു കൊടുത്തത്. ഇനി നമ്മൾ എത്രയോ വർഷങ്ങൾ, എത്രയോ കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് കാലം സന്തോഷിക്കാനുള്ളൊരു വകയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ക്യാമറ എവിടെയുണ്ടോ അവിടെ സുരാജ് ഏട്ടൻ ഉണ്ടെന്നൊരു വസ്തുത, അത് വളരെ ഭംഗിയായിട്ട് സുരാജ് ഏട്ടൻ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് സുരാജ് ഏട്ടന് ഒത്തിരിയേറെ അനുമോദിക്കുന്നു. എവിടെ ക്യാമറ ഉണ്ടോ അവിടെ ഓടി എത്തുന്നുണ്ടല്ലോ. പിന്നെ നമ്മുടെ അശ്വതി ചേച്ചിക്ക് പറഞ്ഞോ, സുരാജിനോട് പറഞ്ഞോ. സുരാജേട്ടൻ എനിക്ക് വേണ്ടി മലയാളമല്ലാതെ വേറെ ഏതെങ്കിലും ഭാഷയിലുള്ള ഒരു ഗാനം ആലപിക്കണം. വളരെ എളുപ്പമുള്ള ഒരു ജോലിയല്ലേ. ഹിന്ദിയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. നീ എങ്ങനെയാണ് നമ്മളെ പുച്ചിക്കരി കേട്ടോ. ഭാരത് മാതാ കി ജയ്, ഹം സബ് ഭാരതീയ ഹേ. सारा जगह हमसे अच्छा है, मैंने प्यार किया. क्या क्या बोलो बोलो. ഒരു ഹിന്ദി പാട്ടല്ലേ പാടാൻ പറ്റുള്ളൂ. ഇത്രയും ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി ഇത്രയും പേരെ चांस बारिश जो करता हमारी देता है तुमको बता, दिल दो है महे हम अब तक की जाजे तने मेरी हम तो की दे तो करे. സുബാനല്ല വരുന്നുള്ളു. സുബാനല്ല സുബാനല്ല
സാരമില്ല സുരാജ് ചേട്ടാ, ആ കുളത്തിൽ അങ്ങ് ചാടിയിട്ട് മയക്കങ്ങ് തന്നേര്. അങ്ങനെ നീ എന്നെ കുളിപ്പിക്കണ്ട. ഈ ഓണക്കാലത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഈ സമയത്തൊക്കെ വീട്ടുകാരുടെ കൂടെ എവിടെയെങ്കിലും ലെഷർ ട്രിപ്പൊക്കെ പോയി ഔട്ടിങ്ങിനൊക്കെ പോയി അങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇതൊരു ഫാമിലി പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ ജയ്ഹിന്ദ് ചാനലിലെ ഈ പ്രോഗ്രാമിൻ്റെ എല്ലാവരും ഒരു ഫാമിലിയാണ്. ഇതിൻ്റെ ക്രൂ മെമ്പേഴ്സ്, കണ്ടസ്റ്റൻസ് എല്ലാവരും ഒരു ഫാമിലി പോലെയാണ്. അപ്പോൾ അങ്ങനെ അത് മാത്രമല്ല, ഇവിടെ ഇങ്ങനെ ഒരു ഞങ്ങളുടെ ഒരു ഇടവേള സമയം ഈ ഒരു ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ചിലവഴിക്കാൻ പറ്റിയതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മളൊരു ഓണത്തിന് ലെഷർ ട്രിപ്പൊക്കെ വന്ന ആ ഒരു ഫീലാണ് എനിക്കിവിടെ ഇപ്പം എനിക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാർമുകിലിൽ പിടഞ്ഞുലയും തുലാ മിന്നലായി നീ, വാതിലുകൾ തുറന്നടയും നിലാ നാളമായി നീ. ഞാൻ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആൻസിക്ക് കൊടുക്കുക. വിനോദേട്ടാ അടങ്ങ് ഒരു 3 വണ്ണത്തിൽ. യുവതാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളെല്ലാവരും കൂടി ഒരു അംഗനവാടി നിർമ്മിച്ചു. അതിലൊരുപാട് സന്തോഷമുണ്ട്. അതിന് ഞങ്ങൾക്ക് സാഹചര്യം ഒരുക്കി തന്ന എല്ലാവരോടും ഈ നിമിഷത്തിൽ നന്ദി പറയുന്നു. അത് മതി. ഇപ്പോൾ എന്ത് വേണം? പ്രതീക്ഷ എന്താണ്? എവിടെയും കയറി കാശും വീടും ചോദിച്ചോളൂ. എവിടെ കിട്ടും? എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഇവിടുത്തെ ഞാനല്ലാത്ത ബാക്കി 15 കണ്ടസ്റ്റൻസും മാക്സിമം അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്തു. പിന്നെ ഷാരൂപേട്ടനൊക്കെ എനിക്കും വേണ്ടിയും കൂടി ഷാരൂപേട്ടൻ പിന്നെ രസമായിരുന്നു, ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ 15 പേരും അല്ല, എൻ്റെ ഹാഫും കൂടി ഞാൻ ഷാരൂപേട്ടന് കൂട്ടിയിട്ട് ഞങ്ങൾ 16 പേര് ശരിക്കും എൻജോയ് ചെയ്തു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഓണം. പിന്നെ ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് സംസാരിക്കാൻ. ഇവിടുന്ന് സംസാരിച്ച് ഷൂട്ട് തീർന്ന അപ്പുറത്തെത്തിയാൽ തുടങ്ങും സുരാജ് ചേട്ടൻ അത് എഡിറ്റ് ചെയ്താണ് പറയുന്നത്. എൻ്റെ സൗണ്ടിലാന്ന് പറഞ്ഞിട്ടാണ് സുരാജ് ചേട്ടൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം, എൻ്റെ സൗണ്ട് ഇങ്ങനെയാണോ. ഇനി മേല ചെയ്യരുത്. ഷിഹാബിന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിയും കൂടെ ഒരു ഗാനം ഡെഡിക്കേറ്റ് ചെയ്യാണ് ഇപ്പൊ. കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. അതെ, ഒരു ചോദ്യചിഹ്നമാണ്. ആരാണ് ഫാത്തിമ? മലക്കിളിയിണയുടെ തളിരണി കൂട്ടി
സുരാജ് ഏട്ടൻ ഒരു പണിയും ചെയ്യില്ല. ക്യാമറ എവിടെ ഉണ്ടോ അവിടെ സുരാജ് ഏട്ടനുണ്ട്. വൺ ഓഫ് മൈ ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാം ഈ ഒരു ഘട്ടം. ലോകത്താരും പെയിന്റ് ചെയ്തിട്ട് തടി കുറഞ്ഞ ചരിത്രമല്ല. ഇനിയിപ്പോൾ അതോ ഉണ്ടാക്കുകയാണ്, നമുക്ക് നോക്കാം. Sonia's costume courtesy, Nas Lifestyle, Pulimud Junction, Trivandrum.